ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലുടനീളം ഒരു വലിയ മാറ്റത്തിന്, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനപക്ഷ ഭരണ സമ്പ്രദായത്തിന്റെ മടക്കി കൊണ്ടുവരലിന് ജനങ്ങൾ ആവേശത്തോടുകൂടി വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് UDFന്റെ ഒരു സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. സർ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 1 കോടിയിലേറെ വോട്ടർമാർ ഒരു മുന്നണിക്ക് ആവേശത്തോടുകൂടി വോട്ട് കുത്തുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. സർ, 1,51,695 മലയാളികൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ അർപ്പിച്ച് ഈ കേരളത്തിൽ മുന്നോട്ട് വന്നു എന്നുള്ളത് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ വിജയത്തിന്റെ പ്രതിഫലനമായി നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. സർ, 10 വർഷം കേരളം ഭരിച്ച ആളുകൾക്ക് അതിന്റെ ഏതാണ്ട് 20 ലക്ഷത്തിൽ കുറവ് വോട്ടുകൾ മാത്രമാണ് ഇത്തവണ സമാഹരിക്കാൻ സാധിച്ചത് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എത്രത്തോളം UDFന് അനുകൂലമായും കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിനെതിരായും ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്നു എന്നതിന്റെ കൂടി ഒരു സൂചനയായി അത് മാറുകയാണ്. സർ, ആ ജനാഭിലാഷത്തിന്റെ തേരിലേറിക്കൊണ്ടാണ് കേരളത്തിൽ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയൊരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അതുപോലും അഭൂതപൂർവമായ ഒരു സാഹചര്യമാണ്. കാരണം ഇത്രത്തോളം ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആവേശത്തോടുകൂടി അഭിപ്രായം പറഞ്ഞ ഒരു കാലഘട്ടം മുൻപുണ്ടായിട്ടില്ല. ആ നിലയിൽ കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ജനാഭിലാഷത്തെ ഉയർത്തിപ്പിടിക്കാനും ഉൾക്കൊള്ളാനും ആ ജനാഭിലാഷത്തോട് ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഉചിതമായ ഒരു തീരുമാനമെടുക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി എന്നുള്ളത് കേരളം ഇന്ന് ആവേശത്തോടു കൂടി തിരിച്ചറിയുകയാണ്. സർ, കഴിഞ്ഞ 10 വർഷം ഇല്ലാതിരുന്ന ഇങ്ങനെ തന്നെയാണ്. 2016 അന്ന് അധികാരത്തിൽ വന്ന മുന്നണിയെ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് ആര് എന്നുള്ള ചോദ്യം ഇന്നും കേരളത്തിന്റെ മുമ്പിലുണ്ട്. അതുവരെ 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നത് സഖാവ് ശ്രീ VS അച്യുതാനന്ദനായിരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തിയായിരുന്നു ആ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. പക്ഷെ പിന്നീടുള്ള ഒരു അട്ടിമറിയിലൂടെയാണോ സംഘടനാപരമായ തീരുമാനത്തിലൂടെയാണോ അതൊക്കെ അവരുടെ വിഷയമാണ്. കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായി, 10 വർഷം അദ്ദേഹത്തിന്റെ ഭരണമുണ്ടായി, നിങ്ങൾ അംഗീകരിക്കുകയാണ്. പക്ഷെ ഇന്നിതാ തെരഞ്ഞെടുപ്പിന് ശേഷവും രാഷ്ട്രീയ പാർട്ടികളുടെ നയരൂപീകരണങ്ങളിൽ ജനങ്ങൾക്കൊരു സേ ഉണ്ട്. അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, ഒരു ജനാധിപത്യ വിവേകം രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾക്കുണ്ട് എന്ന് കേരളത്തിൽ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർ, ആ ജനവിധിയെ പൂർണ്ണമായി കാത്തുകൊണ്ട് ആ ജനാഭിലാഷത്തിന്റെ അന്തസ്സത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത 5 വർഷം മാതൃകാപരമായ ഒരു ഭരണം നടത്താൻ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ ടീമിന് സാധിക്കും എന്നുള്ളതാണ് കേരളം ഇന്ന് പ്രതീക്ഷാപൂർവം ഉറ്റുനോക്കുന്നത്. ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രവർത്തന വിജയ ആശംസകൾ ഈ ടീമിന് അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട ഗവർണർ നടത്തിയ പ്രസംഗത്തിൽ കേവലം ഒരു സർക്കാരിന്റെ നയപ്രഖ്യാപനം എന്നുള്ള ഔപചാരികത മാത്രമല്ല നമുക്ക് കാണാൻ സാധിച്ചത്. കൃത്യമായിട്ടുള്ളൊരു നയവ്യതിയാനം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനകൾ പുറത്തു വരികയാണ്. സർ, ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പല വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ കാലങ്ങളായി നമ്മൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേരളത്തിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ചിരുന്ന സർക്കാരുകളിൽ നിന്നൊക്കെ കാണാൻ സാധിച്ചത് എന്താ? തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പാലിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് തന്നെ ഈ അധികാരത്തിലെത്തുന്ന ആളുകൾ മറക്കുകയാണ്. അതാണ് മുൻ അനുഭവം. കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന അതാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനത്തിന്റെ സൂചനകൾ ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളിൽ നിന്നും കേരളത്തിന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സർ, വാഗ്ദാനങ്ങൾ നൽകിയാൽ അത് സമയബന്ധിതമായി പാലിക്കണം. അതിനുള്ള ഒരു സിൻസിയർ അറ്റംപ്റ്റ് ഉണ്ടാവണം, ഒരു എഫർട്ട് ഉണ്ടാവണം. അത് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ ക്യാബിനറ്റ് മുതൽ നമ്മൾ കാണുകയല്ലേ. സർ, ആശാ വർക്കർമാരെ ചേർത്ത് പിടിക്കണം, അവർക്ക് മാന്യമായ വരുമാനം ഉണ്ടാവണം. അതൊരു പൊതു ആവശ്യമായിരുന്നു കേരളത്തിന്റെ. അന്നത്തെ ഭരണപക്ഷം അത് അംഗീകരിച്ചില്ല. അവരെ പരിഹസിച്ചു, അധിക്ഷേപിച്ചു, തീവ്രവാദികളെന്ന് മുദ്രകുത്തി.
ഏതെല്ലാം തരത്തിൽ അവരെ വേട്ടയാടാൻ സാധിക്കുമോ അവർ ആ വേട്ടയാടലിന് മുഴുവൻ വിധേയരാവേണ്ടി വന്നു. അത്ര ക്രൂരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം സ്വീകരിച്ച ഒരു ഭരണ സമ്പ്രദായത്തിൽ സമൂലമായിട്ടുള്ള ഒരു മനോഭാവ മാറ്റമാണ് ശ്രീ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറിയ ആദ്യത്തെ ക്യാബിനറ്റ് മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ വരുമാനം 21,000 രൂപയാക്കണം. അതാക്കുക തന്നെ ചെയ്യും UDF സർക്കാർ എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ആശാവർക്കർമാരാവട്ടെ, മുഴുവൻ ജനങ്ങളാവട്ടെ, ആർക്കും സംശയമില്ല സർ. അത് ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഇന്നേ വരെ അവരുടെ വേതനത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വർധനവ് വരുത്താൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്നു, പാചക തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്നു. അതോടൊപ്പം എനിക്ക് ഗവൺമെന്റിന്റെയും മന്ത്രിമാരുടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് സമാനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഖാദി മേഖലയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. മഹാഭൂരിപക്ഷം സ്ത്രീകളാണ്. വലിയ ബുദ്ധിമുട്ടാണ്. 300 രൂപയും 400 രൂപയുമാണ് ഖാദി മേഖലയിൽ ഓരോ തൊഴിലാളിക്കും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ കൂടുതലാണ്. 200-250 രൂപയ്ക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഗവൺമെന്റ് അത് പരിഗണിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ് സർ. സർ, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതാ രാജ്യം തന്നെ വിസ്മയത്തോടു കൂടി നോക്കി നിന്ന ചില തീരുമാനങ്ങൾ ഇന്ദിരാ ഗ്യാരണ്ടികളുടെ ഭാഗമായിട്ട് നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആവിഷ്കരിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകളെ കേരളത്തിന് വേണ്ടിയും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് നമ്മൾ രൂപീകരിച്ച് അതിന് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണപരമായ നിലപാടുകൾ ഭാവി കേരളത്തെ, പുതുയുഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർ, ഇവിടെ കേരളത്തിന്റെ ധനസ്ഥിതിയുടെ സത്യാവസ്ഥ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ധവളപത്രം പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മുഴുവൻ മലയാളികൾക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ആ ധനസ്ഥിതി എത്ര പരിതാപകരമാണെങ്കിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള ഒരു നിശ്ചയദാർഢ്യവും ആ നിലയിലുള്ള ഒരു ആർജവും ഈ ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഇതിനെക്കുറിച്ചൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രൊപ്പഗാൻഡുകളാണ് ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത്? ഖജനാവിൽ ഏതാണ്ട് 4,000 കോടി രൂപ നീക്കിയിരിപ്പാണ് എന്നാണ് സ്ഥാനമൊഴിഞ്ഞ ധനമന്ത്രി അതിന് ശേഷം മുന്നോട്ട് വെച്ചത്. സർ, ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ കാര്യം മനസ്സിലാക്ക്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ ഒരു ബജറ്റാണ് കേരളത്തിലുള്ളത്. ഖജനാവിലൂടെ ഏതാണ്ട് 2 ലക്ഷം കോടി രൂപ നമ്മൾ 12 മാസം കൊണ്ട് ചെലവഴിക്കുന്നുണ്ട്. അതായത് ഓരോ മാസവും ഏതാണ്ട് 15,000-20,000 കോടി രൂപ ഖജനാവിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. ആ 15,000 കോടി രൂപ ഒരു മാസം ഖജനാവിലൂടെ ചെലവഴിക്കുന്നത് ഏതെങ്കിലും 1-2 പേയ്മെന്റുകൾ ഒരാഴ്ച നീട്ടിവെച്ചാൽ പോലും ഈ ബാലൻസ് അവിടെ കാണാൻ സാധിക്കും. പക്ഷെ അത് ഖജനാവിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ച മിച്ചമല്ല. 85,000-ലേറെ കോടി രൂപ നമ്മുടെ തനത് നികുതി വരുമാനമുണ്ട്. അതായത് മാസം 7,000-8,000 കോടി രൂപ തനത് നികുതിയായി തന്നെ കേരളത്തിലെ ഖജനാവിലേക്ക് വരുന്നുണ്ട്. അപ്പൊ 6,000 കോടി രൂപ അല്ലെങ്കിൽ 4,000 കോടി രൂപ ബാക്കിയുണ്ട് എന്ന് പറയുന്ന കാര്യം പഞ്ചായത്തിന് പൈസ കൊടുത്തില്ല. അത് എങ്ങനെയാ ഉണ്ടായത്? അതാണ് പറയുന്നത്. പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ട നികുതി പ്ലാൻ ഫണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. 3-ാം ഗഡു ഏതാണ്ട് 3,500 കോടി രൂപ നിങ്ങൾ കൊടുത്തില്ല. പെൻഷൻ വേണ്ടി കൊടുത്ത 8,000-ഓളം കോടി രൂപ കടബാധ്യതയായി നിൽക്കുകയാണ്, കുടിശ്ശികയായി നിൽക്കുകയാണ്. സപ്ലൈകോയുടെ ബാധ്യത ഗുരുതരമായിട്ട് നിൽക്കുകയാണ്, DA അരിയൻസ് നിൽക്കുകയാണ്. സാർ, ഈ മെയ് മാസം 1, 2, 3 ദിവസം അടുപ്പിച്ച അവധിയായിരുന്നു. ആ 3 ദിവസത്തെ സർക്കാർ ജീവനക്കാരുടെ 1-ാം തീയതി കൊടുക്കേണ്ട ശമ്പളം 3-4 ദിവസം നീട്ടിവെച്ചാൽ തന്നെ 10,000-കണക്കിന് കോടി രൂപ കണക്കിന് നിങ്ങൾക്ക് ഖജനാവിൽ കാണാൻ സാധിക്കും. പക്ഷെ അതൊന്നും നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച അപരിഹാര്യമായ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖം മറയ്ക്കാൻ പര്യാപ്തമല്ല സർ. കേരളം അതീവ ഗുരുതരമായിട്ടുള്ള ഈ സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി അനാവൃതമാകും. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ 10 വർഷത്തെ പിടിപ്പുകേടിന്റെ ബാക്കി പത്രമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇവിടെ ഞങ്ങൾ ജനാഭിലാഷത്തിനൊപ്പം നിന്നുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ അപ്പുറത്തിരിക്കുന്ന ആളുകളെ ഓർത്ത് ഞങ്ങൾക്ക് അല്പം ദുഃഖമുണ്ട്, ചെറിയ സഹതാപമുണ്ട്. മുമ്പ് നിങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു, നിങ്ങളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കായിരുന്നു. ഇന്ന് ഈ പ്രദേശത്തെ 26 സീറ്റിലേക്ക്
CPM എന്ന് പറയുന്ന പാർട്ടി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തണം. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഗതി ഉണ്ടാവരുത് എന്ന് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറരുത്. സർ, ഞങ്ങൾക്ക് സന്തോഷാണ് നിങ്ങൾ പുതിയൊരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോ. ഞങ്ങൾക്ക് അത് തെരഞ്ഞെടുപ്പ് വരെ ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കിപ്പോ സമാധാനമാണ്, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അദ്ദേഹം ഇനിയുള്ള എല്ലാ കാലത്തും ആ കസേരയിൽ തുടരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കാൻ വേണ്ടി കൂടി ആഗ്രഹിക്കുകയാണ്. പക്ഷെ നിങ്ങളുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് കേരളത്തിന് അപകടകരമാണ്. ഒരു കസേര ഇരുന്നപ്പോ കാരണം മുൻപില്ലാത്ത ചില ഭീഷണികൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ സഭാതലത്തിൽ അടക്കം. അതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി ജനാധിപത്യത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കണം. അതിന് നഷ്ടപ്പെട്ടു പോയ കുത്തൊഴുക്കുകളെ, നിങ്ങളിൽ നിന്ന് ചോർന്നു പോയ നിങ്ങളെ ജനപിന്തുണ തിരിച്ചു പിടിക്കാനുള്ള ഒരു എളിയ പരിശ്രമമെങ്കിലും നിങ്ങൾ നടത്തണം. നേതാവും ഒക്കെ വലിയ രീതിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം, തെറ്റുകൾക്ക് നേരെ വിരൽ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ ആ ഉത്തരവാദിത്തം കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ സ്വന്തം അണികൾക്ക് വേണ്ടി ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് സർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. 2 മിനിറ്റ് കൂടി പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ. സർ, പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് റിസൾട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തീർച്ചയായിട്ടും സന്തോഷകരമാണ്. സർ, പാലക്കാട് ജില്ലയിൽ 65,000 നെൽകർഷകരുണ്ട് റഫ്ലി. അതിൽ കഴിഞ്ഞ സീസണിൽ നെല്ലെടുത്ത് കൊണ്ടുപോയ ആളുകൾ, അവരിൽ 20,000-ഓളം ആളുകൾക്ക് മാത്രമാണ് ഇപ്പോഴും PRS സർട്ടിഫിക്കറ്റുകൾ കൊടുത്തിട്ടുള്ളത്. 40,000-ഓളം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് സർ. 23 ആളുകൾ. എനിക്കറിയാം സാർ, ഇതൊന്ന് മന്ത്രിമാരും എല്ലാവരും ചർച്ച ചെയ്യണം. 40,000-ഓളം കർഷകർക്ക് അവരുടെ ഒരു സീസണിലെ മുഴുവൻ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് അവർ ഉത്പാദിപ്പിച്ച നെല്ല് സർക്കാരിന് കൊടുത്തിട്ട് അതിന്റെ PRS സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല സർ. സർ, ഈ പ്രശ്നം കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഗവൺമെന്റിൽ വിശ്വാസമുണ്ട്. അടുത്ത വർഷത്തെ നെല്ല് സംഭരണം ഏറ്റവും മാതൃകാപരമായി നടത്താൻ, കുറ്റമറ്റ രീതിയിൽ നടത്താൻ, സമയബന്ധിതമായി കർഷകർക്ക് അവരുടെ അധ്വാനത്തിന്റെ ഫലം അവരുടെ പോക്കറ്റിലേക്ക്, അവരുടെ ജീവിതത്തെയും അവരുടെ തൊഴിലിനെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാനും സുവ്യക്തമായിട്ടുള്ള ഒരു ഫോളോ അപ്പും ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം. ആ നിലയിൽ നമ്മുടെ നയം ജനങ്ങൾക്ക് അനുഭവേദ്യമാകണം. ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ്. ഈ സർക്കാർ വൻകിടക്കാർക്കൊപ്പമല്ല. ഈ സർക്കാർ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പമാണ്. പട്ടികജാതി പട്ടികവർഗ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കൊപ്പമാണ്, കർഷകർക്കൊപ്പമാണ്, തൊഴിലാളികൾക്കൊപ്പമാണ്, ആശാവർക്കർമാർക്കൊപ്പമാണ്. ഈ സർക്കാർ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒപ്പമാണ് എന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപനത്തെയും അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയത്തെയും പിന്തുണച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കി.